ഹായ് ഫ്രണ്ട്സ്, അരിപ്പൊടിയും റാഗിപ്പൊടിയും വെച്ച് ഒരട ഉണ്ടാക്കാം. റാഗിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിനു വേണ്ടി 1 കപ്പ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട്, 1 കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് എത്ര വേണ്ടിക്കലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. കുറച്ച് കാഷ്യൂനട്ട്, ഇത് കട്ട് ചെയ്ത ഡേറ്റ്സ്, ചോപ്പ് ചെയ്തെടുത്ത വാൾനട്ട്, കുറച്ച് ബദാം, കുറച്ച് തേങ്ങ പച്ചത്തേങ്ങ ആയിരിക്കും എപ്പോഴും നല്ലത്. പച്ചത്തേങ്ങക്കാണ് ടേസ്റ്റ് കൂടുതൽ. മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിത് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് ഇട്ടതുകൊണ്ട് ആ മധുരവും കൂടി ഉണ്ടാവും. അപ്പോൾ മധുരം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കുഴച്ച് വെച്ച മാവ് ഇലയിൽ പരത്തി കൊടുക്കുക. കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് പരത്തുന്നതായിരിക്കും നല്ലത്. ഈ ഫില്ലിങ് നമ്മൾ ആവശ്യം പോലെ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ട അത്രയും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി പരത്തിയെടുക്കുക. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കൈവച്ച് പ്രസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിങ് പുറത്തു പോകും. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഓരോന്നും ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് ഇതടച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, എന്നാലും ഒരു ചെറുതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് മധുരം കുറവാണ്. ആവശ്യം പോലെ മധുരം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള റാഗി അട റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.